ഇന്ന് അവന്റെ കട ഞാൻ കത്തിക്കും. അവന്റെ പറി വണ്ടി അവന്റെ സാറേ അടിച്ചു പൊട്ടിയടല്ല വണ്ടി. അത് മന്ദാരത്തിന്റെ അഭിപ്രായത്തിൽ എന്താ മന്ദാരം? ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയില്ലേ? ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നാട്ടുകാർ തല്ലിക്കൊല്ലുമെന്നൊരു സംശയമുണ്ട്. മന്ദാരത്തിന് അറിയാത്ത കുറെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് മന്ദാരം. മന്ദാരം വിചാരിക്കുന്ന പോലെ അല്ല മന്ദാരം, സീരിയസ്ലി പറയാലേ. ഞങ്ങക്ക് ഞാൻ ഈ 7ാം ക്ലാസ് ഒന്നും ഇല്ല മന്ദാരോ, ടോപ്പ് ക്ലാസ്സാണ്. അതറിയോ? ക്ലാസ്സിൽ ടോപ്പറാണ്. എപ്പ PC മേടിച്ച് അപ്പാന്ന് എന്റെ പഠിക്കുന്ന ഞാനും അല്ല. കൊറോണ കഴിഞ്ഞപ്പാട് എനിക്ക് മടിയായി പഠിക്കാൻ, ഇല്ലാത്ത മടിയായി. അതുവരെ നീ ക്ലാസ് ടോപ്പർ ആയിരുന്നു അല്ലേ? സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാ? മറ്റേ ബാക്കിൽ ഇങ്ങനെ വീൽ എനിക്ക് പറഞ്ഞേ. ബാക്കിൽ വീലല്ലേ? വീലുള്ളന്ന് മയില് മറ്റേ ബാക്കിൽ ഇങ്ങനെ വീൽ എനിക്ക് പറഞ്ഞേ. ബാക്കിൽ വീലല്ലേ? ബാക്കിൽ ഇങ്ങനെ ഇതാക്കുന്ന എങ്ങനെ? പോടാ കൊണ്ട, നീ വണ്ടി അറിയില്ലേ? നീ ക്ലാസ്സിലെ ടോപ്പറാ. വെയിറ്റ് മന്ദാരം മറ്റേ സാധനോ? പക്ഷെ നാഷണൽ ആനിമേ മറ്റേത് അല്ല, ആനിമേൽ മറ്റേത്. നാഷണൽ ആനിമേ പക്ഷെ നാഷണൽ ആനിമേ മറ്റേത് അല്ല, ആനിമേൽ മറ്റേത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാന്ന് ചോദിച്ചത്. അതന്നെ മന്ദാരം. കൃഷ്ണന്റെ തലയിൽ ഉണ്ടാകുന്ന പൂവില്ലേ? പൂവാത്തെ കൃഷ്ണന്റെ തലയിൽ പൂവാ മന്ദാരോ? കൃഷ്ണന്റെ തലയിൽ ഒരു സാധനല്ലേ നമ്മളെ ആ കൊക്കല്ല മോനെ കിട്ടിയ അടിച്ചങ്ങ തലയങ്ക് പൊളിക്കണം അവന്റെ കൊക്കെന്ന്. മന്ദാര കൊക്കല്ല മന്ദാരോ. പരിപാടി പരിപാടിയൊന്നുമില്ല. ഇന്ത്യയിലെ നാഷണൽ ബേർഡ് ഏതാണ്? മയില്. കുണ്ണ ഒരു അന്ത്യ നാഷണൽ ബേർഡ് ഏതാണ്? മയില്. കുണ്ണ ഒരു അന്ത്യം അറിയില്ല അവന്. അതല്ല ഞാൻ പറഞ്ഞത്, കൃഷ്ണന്റെ തലയിലുള്ള സാധനം. കൃഷ്ണന്റെ തലയിൽ മയിലായില്ലേ നായിന്റെ അവനെ? മയിലിന്റെ ബീല് മറ്റേ ബേക്കിലുള്ള സാധനം. ബേക്കില് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ആ സാധനം വാണമേ. ഈ പാടത്തിനാ അവനെ കിട്ടട്ടെ കയ്യില്. തത്തയല്ലേ പറഞ്ഞു കൊടുക്കട്ടെ അവരൊക്കെ. എടാ അതൊക്കെ നമ്മുടെ നമ്പർ അല്ലേടാ. നമ്മൾ എങ്ങോട്ട് പോകാനാ തിരിച്ച വണ്ടി? നമ്മള് വന്ന കാര്യം നമ്മള് ഇതായില്ല. ചന്ദ്രകുമാർ ഡോർ തുറന്നു അങ്ങോട്ട് കയറ്റാൻ വരില്ലേ? ഇന്ന് കട കത്തിക്കുമല്ലേ? ഇന്ന് അവന്റെ കട ഞാൻ കത്തിക്കും. ഇവന്റെ മേടിച്ച്. ഹലോ ഒരു മിനിറ്റ്. ഹലോ സർ, വെൽക്കം ടു LFC വോട്ടേഴ്സ്. സൂപ്പർ. ബ്രോ, ഇത് വെൽക്കമിങ് കൊള്ളാം, പക്ഷെ നിങ്ങൾ തരുന്ന വണ്ടി കൊള്ളത്തില്ല. സാർ അത് നമ്മളല്ലേ, ഇത് ഗവൺമെന്റ് ആണ്. അല്ല എനിക്ക് നിങ്ങളുടേതാ മേടിച്ചത്. ഇപ്പൊ ഞാനൊരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുമ്പോഴത്തേക്കും അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ആയിരിക്കണം.
ഗവൺമെന്റ് അത് ഞാൻ എന്റെ അടുത്ത് പറയില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ കാശ് എണ്ണി തന്നാണ് ഈ വണ്ടി വാങ്ങിച്ചത്. അത് വന്നപ്പോ കാര്യം മനസ്സിലായില്ലേ അപ്പം? ആ ശരി. ആ ഒന്ന് വന്നേ. വാ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആ ഞാൻ റേസിംഗ് കാറല്ല വാങ്ങിയത്. എടാ കൊടുത്തടാ ഇതെന്താ ഇത്? ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാ 4 വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വണ്ടി മൂവ് ആവണേ. ഇത് കറക്കാൻ കണ്ട ഇപ്പൊ പമ്പര കണക്ക്. ഇതെന്താ ഇത്? സാറേ അത് നമ്മളല്ല, ഗവൺമെന്റ് ഗവൺമെന്റിന്റെ എനിക്ക് എന്ത് ഗവൺമെന്റിന് എന്താണ് പങ്കത്തില്? ഏത് ഗവൺമെന്റ്? ഗവൺമെന്റ് ആണ് നമുക്ക് വണ്ടി ഞാൻ ഇപ്പൊ ബേസിക് ആയിട്ട് വാങ്ങിക്കുന്ന കാറല്ലേ 4 കോടി രൂപ കാറുണ്ടല്ലോ, ഇതിലും കിടിലാണ്. ഇതിനെക്കാട്ടിലും ഒരു 10 ഇരട്ടി ബെറ്റർ ആണ് ഇപ്പൊ 4 കോടിക്ക് വാങ്ങിക്കുന്ന കാർ. ബ്രോ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ബ്രോ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി തിരിച്ചെടുത്തിട്ട് എനിക്കൊരു 200 കോടി തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശരിയാക്കി തരണം. അതും അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് അല്ല ബ്രോ, നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ അതെ. കോൾ ദ ഓണർ. കോൾ അവൈലബിൾ അല്ല. അപ്പൊ നമുക്കിവിടെ താമസിക്കല്ലേടാ? അത് മതി ചന്ദ്രു. കാര്യം എന്ന് വെച്ചാ ഇത് ഇങ്ങനെ ഒരു മടക്കി പോത്തില്ല. ലിസ്റ്റ് എഴുതി തീർന്നിട്ടില്ല ഇതുവരെ. ഒരു സെക്കൻഡ് ഈ പ്രശ്നങ്ങളും എന്റെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരണം. ഇത് കണ്ടപ്പോ ഞങ്ങള് അപ്പുറത്തെ ഡീലർഷിപ്പ് പോയത് കറക്റ്റ് ഇവിടെ തന്നെ വന്ന് വാങ്ങിച്ചത്. പക്ഷേ നിങ്ങളുടെ സർവീസ് ഒക്കെ ഓക്കെ, പക്ഷെ ഇത് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് ഒന്നെങ്കിൽ മാനേജറിനെ കണ്ട് നമ്മൾ സംസാരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേസായിട്ട് മനസ്സിലായില്ലേ? അല്ല എന്റെ ഇതില് എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോ അത് നിങ്ങൾ തരുമ്പോ നിങ്ങളൊരു ഇതുണ്ടായിരുന്നു, നിങ്ങളൊരു പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഈ വണ്ടി സിറ്റിയിൽ ആർക്കും ഇല്ല, വണ്ടി അടിപൊളിയാണ്. വണ്ടി അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം ഓടിച്ചപ്പോഴേ വണ്ടിയുടെ എഞ്ചിൻ അങ്ങ് പോയി. സർവീസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള കാശ് തീർന്ന്, ഉള്ള എക്സ്പെൻസ് എല്ലാം നമ്മൾ എടുക്കാൻ വേണം. ഇതെന്താ ഇത്? അത് 129 കോടിയുടെ കാറാണ്. 4 കോടിയുടെ കാറിന്റെ അത്ര പോലും ഇതില്ലാണ്ട് ഓടിക്കണം. അത് നിങ്ങൾ ഇത്രയും നാള് നമ്മൾ സഹിച്ച് ഗവൺമെന്റ് എന്താ ഇനിയും സഹിക്കാൻ പറ്റൂല വെച്ചാനെ, നമുക്ക് ഇനിയും സഹിക്കാൻ പറ്റൂല. ഉള്ള കാര്യം പറയല. നിങ്ങൾക്ക് ഇപ്പൊ മാനുഫാക്ചർ ചെയ്തിരുന്ന വണ്ടി അത് നിങ്ങൾ അവരുടെ അടുത്ത് അത് നിങ്ങളെ കാര്യമാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് അതിലൊരു പങ്കുമില്ല. അല്ല അത് എനിക്കിതിപ്പം നമ്മളിതിപ്പം സ്റ്റേഷനിൽ പോണോ അതാ നിങ്ങൾ ഒതുക്കി തീർക്കണ? നമുക്കതില് പങ്കില്ല സാറേ, അത് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടിക്ക് നിങ്ങൾക്ക് പങ്കില്ലെന്നാ? അങ്ങനെ പറയരുത് സാറേ. സാറേ നമ്മളല്ല എൻജിൻ പണിഞ്ഞത്, അത് ഗവൺമെന്റ് ആണ്. ഏത് ബ്രോ? എന്തൊക്കെയാ പറയണേ? ഗവൺമെന്റ് വണ്ടി പണിഞ്ഞെന്നാ? ഏത് നാട്ടിലാണ് ഗവൺമെന്റ് വണ്ടി പണിയണേ? പരിപാടി നടത്തി ഗവൺമെന്റ് പരിപാടി നടത്തി ഇപ്പൊ ഇത് തുടങ്ങിയ പുതിയ നമുക്ക് വണ്ടി വരുന്നത് സാറേ അത് നമ്മുടെ കേസല്ല. നമുക്ക് പിന്നെ സാറ് നിങ്ങൾ പറയണം. ഞാൻ ഈ വണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നല്ല മേടിച്ചത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചേ. സാറേ PD പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക നല്ലത്. സാറേ ഒത്തുതീർപ്പാക്കുവാണെന്നുണ്ടെങ്കിൽ ചെറ്റത്തരല്ല നിങ്ങൾ പറയണേ. ഇപ്പൊ പറയണത് സാറ് ചെറ്റത്തരല്ല നിങ്ങൾ സംസാരിക്കണം. ഒന്ന് ആലോചിച്ചോ, ഗവൺമെന്റ് പോലീസ് കൊണ്ട് കേസ് കൊടുക്കാനാ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം സാറേ. ധനനഷ്ടത്തിനും മാനഹാനിക്കും ഇതിന് ഇരട്ടി നമ്മൾ കോമ്പൻസേഷൻ ചെയ്യും സാറേ. സാറേ ഒരു 200 കോടി നിങ്ങളെ ഇവിടെ നിന്ന് പോണവരെന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് അങ്ങനെ അവരിത് വെട്ടിച്ചോണ്ടിരിക്കുമല്ലോ ഓരോരുത്തരെ. സെറ്റിൽ ചെയ്യുന്നോ ഇല്ല എനിക്കതറിഞ്ഞത്. അതറിഞ്ഞാ മതി. ഇല്ല സാറേ നമുക്ക് ഇതൊന്നും ചെയ്യാലോ സാർ. ഒന്നും ചെയ്യലല്ലേ? ഞാനേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരും. ഞാൻ ആദ്യം പോലീസിന്റെ അടുത്ത് പറയും. പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീതി കിട്ടില്ലെങ്കിൽ എന്റേതായിട്ടുള്ളൊരു നീതി ഉണ്ട് എനിക്ക്, ഞാൻ അതങ്ങ് നടപ്പിലാക്കും അങ്ങ്. കേട്ടാ? പോയിട്ട് വരാനോ ചന്ദ്രു? ഇത് CC ആണ് ചന്ദ്രു. ഇവിടെ ഇവന്മാര് തുറന്ന് പ്രവർത്തിക്കരുത്, അത്ര അഹങ്കാരം പാടില്ലല്ലേ? അവന്റെ പറി വണ്ടി, അവന്റെ കുണ്ണ വണ്ടി.
129 എനിക്ക് കഴിയല്ലേ 129. അന്ന് 100 വട്ടം ചന്ദ്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ആലോചിക്കാം ഇല്ല എടുക്കണം. വീട് വരും നോക്കാം. വരും പിന്നെ 5 പേരുണ്ട്. സാറേ ഒരു കംപ്ലൈന്റ് സാറേ. ഹയർ ഓഫീസേഴ്സ് സാറേ ഞാനേ 129 കോടി കൊടുത്തത് ആ ഫ്രണ്ട് കിടക്കണ ആ വണ്ടി മേടിച്ചായിരുന്നു സാറേ. അതിനിപ്പം 4 കോടി വണ്ടിയുടെ പവർ പോലും അതിനില്ല. എഞ്ചിൻ കംപ്ലൈന്റ്, ഇടയ്ക്കിടയ്ക്ക് സർവീസ് ആവുക, ഒരു സർവീസ് എല്ലാം ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സാറേ. വണ്ടി എടുക്കുമ്പോൾ തന്നെ അരമണിക്കൂർ ഇന്ന് ടയർ കറങ്ങിയിട്ടാണ് വണ്ടി മൂവ് ആവണ തന്നെ സാറേ. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിനല്ലേ സാറേ നമ്മൾ ഈ വണ്ടി പണിയണേ സാറേ. കുറെ നാളായി സാറേ ഇതിപ്പോൾ വണ്ടി പണി കംപ്ലൈന്റ് വരാൻ തുടങ്ങിയിട്ട്. നമ്മളിത് കുറെ നാൾ സഹിച്ച് നമുക്ക് ഇനി നമ്മൾ സഹിച്ച് പോണോ സാറേ? സാറിനെ പറ. അവിടെ പോയി സാർ, അവിടെ പോയിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ കൊണ്ട് കേസ് കൊടുക്കാനാ പറഞ്ഞ സാറേ. അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് സാറേ പറയണത്. സാർ അവര് സാറേ ഏതേലും നാട്ടില് സാർ നമ്മുടെ ഗവൺമെന്റ് വണ്ടി പണിഞ്ഞ നേട്ടമുണ്ടോ സാറേ? സാർ ഗവൺമെന്റ് ആണ് വണ്ടി പണിഞ്ഞത്, ഗവൺമെന്റ് ആണ് നമുക്ക് ഈ കാരണം സാർ. നമ്മള് ഡീലർഷിപ്പ് വാങ്ങിക്കും, നമ്മള് വണ്ടി എടുക്കുമ്പോ എന്തേലും കംപ്ലൈന്റ് നമ്മള് ഡീലർഷിപ്പിലല്ലേ പോത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് നമുക്ക് അവരെ അറിയത്തില്ലല്ല. ഗവൺമെന്റ് വണ്ടി ആ ഓ സാറേ, അല്ലെങ്കിൽ അവർ മുമ്പേ പറയണം. ടേംസ് ആൻഡ് പോളിസി കണ്ടീഷനിൽ അവർ നേരത്തെ തന്നെ പറയണം ഇന്ന പോലെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ അവര് വണ്ടി തരുന്നവരുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഏതാ ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 129 കോടി. കളിച്ച കളിയാണോ സാറേ? ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 129 കോടിക്ക് വാങ്ങിച്ചിട്ട് അവന്മാര് മറ്റേ ഇന്നലെ ഞാനേ ഒരുത്തൻ പോണ എന്റെ ഫ്രണ്ടിൽ നിന്ന് മറ്റേ 4 കോടിക്ക് വാങ്ങിയ വണ്ടിയില് അവനെ പിടിക്കാൻ എനിക്ക് പറ്റില്ല സാറേ. അവന്റെ കൂടെ പിടിക്കാൻ പറ്റില്ല എനിക്ക് വണ്ടിയിട്ട്. സത്യത്തെ ഇപ്പൊ ഈ വണ്ടി ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത്തപ്പൂക്കളം ഇടാൻ വട്ടം വരയ്ക്കാനാണ് ഈ വണ്ടി ചോദിക്കുന്നത്. നിന്ന് കറക്കും സാറേ. നോക്കിയ സാറേ കാണിച്ചേ. ഒന്നും ഇല്ല സാറേ, പേപ്പർ നിറഞ്ഞ്. ഇനി അധികം വേറെ ബുക്ക് മേടിക്കണം എനിക്ക്. സാറേ 4 കോടിയുടെ വണ്ടിയാണ് കിടക്കണം സാർ. ആ വണ്ടി എന്ത് കിടില വണ്ടി എന്നറിയോ സാറേ? അത് ട്രിഗർ ആവട്ടെ, ട്രിഗർ ആവുമ്പോ നമ്മൾ മനസ്സിലായില്ല സാറേ. ഏതോ ഒരു സിവിലിയൻ വന്നിട്ട് എന്താടാ മടയാന്നോ നീ? എന്താ ആ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ വെച്ചാനെ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? എന്തെങ്കിലും റോങ് ആവണേ? ഇതാര വണ്ടിയാ? ആരുടെ വണ്ടിയാ? എന്നാ ആർന്ന് പറഞ്ഞൂടാ എനക്ക്. ആ ഇതിന് എന്റെ വണ്ടിയാ, ഇറങ്ങ വണ്ടിന്ന്. എന്താ വെച്ചാ ചാകാൻ വേണ്ടി വരെ പരിപാടി കാണിക്കല്ലേ ഇങ്ങനെ? റോഡിൽ കിടന്ന് തീർന്ന എനക്ക്. സാറൊക്കെ നമ്മളെ വണ്ടി എടുത്തിട്ട് വന്നാടാ ഇവർ റോങ്ങാ. എന്താ നീ റോങ്ങാവണ എന്തിന്? ഇതിന് എന്റെ വണ്ടിയാന്ന്. തെളിവൊന്നുമില്ല, ഇതിന് എന്റെ വണ്ടിയാ. അതിലൊരു സംസാരമൊന്നും ഇല്ല. മിണ്ടാണ്ടിരിക്കട വാർച്ച്. അല്ലെങ്കിൽ മറ്റേ തോക്കെടുത്ത് അണ്ണാക്കിലൊക്കെ വെച്ചിട്ട് മനസ്സിലായാ? എടാ നീ അവിടെ നിന്ന് ഊബർ പിടിച്ചിങ്ങ വാ. അടുത്തന്നെ മട. അവന്റെ വണ്ടി അവനങ്ങ് റോങ്. ഇല്ലല്ല ഇത് ചെറിയ കൊച്ചു പോയി. ഇങ്ങോട്ടാ സാറേ, ഇങ്ങോട്ടാ. ആ ഡിക്കി കയറ്. ഡിക്കി ഇല്ല വേറെ. എടാ ഒന്ന് ഇറങ്ങടാ. നിനക്ക് വേണമെങ്കിൽ ഒരു അവസരം തരാം. വേണമെങ്കിൽ ഇറങ്ങി ഓടി ആ പോലീസുകാരുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് പറ.
അതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അല്ലെന്നുണ്ടെങ്കിലേ ആ ഇറങ്ങ, എന്നിട്ട് വലിച്ചം കേറ്റവനെ. വാ കേറ് വാ വാ. ഡാ. നമ്മളെ അവനെ മൊട. ഹലോ സാറേ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം സാറേ. ഇത് ആ സുഹൃത്തിന്റെ വണ്ടി എന്നാണ് അവകാശപ്പെടുന്നത്. സാറേ അത് ലൈസൻസിൽ നോക്ക് സാറേ. സാറേ വണ്ടി തിരിച്ചു കൊടുത്തേ അല്ല സാറേ ആ പുള്ളിയുടെ വണ്ടിയാണോ നോക്ക് സാറേ. സാറേ സുഹൃത്ത് ആ സാറേ ഞങ്ങൾ കണ്ടതാണ് വണ്ടി സാറേ പുള്ളിയുടെ വണ്ടിയാണ്. സാറേ പുള്ളിയുടെ വണ്ടി തന്നെയാണ് സാറേ. നമ്മള് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയാണ്. നമ്മള് ആ ഷോറൂം എടുത്ത് അതേ വണ്ടിയാണ്. അപ്പൊ ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്തതാണ്. ആളുടെ അങ്ങനെയാണോ പറഞ്ഞ ആള്? ആൾക്ക് അങ്ങനെ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് റോങ് ആവുക. സാറേ എന്നെ അവിടെ രണ്ടുപേരും ഹോസ്റ്റേജ് ആക്കാൻ നോക്കി. ഞാൻ വണ്ടി കയറി ഓടി വന്നേ ആ ബാങ്കിന്റെ ഫ്രണ്ടിലുണ്ട്. ആ പിടിക്കാൻ അങ്ങോട്ട് നിന്നു. പിന്നെ അവനേതാ അവൻ? എടാ വാടാ വണ്ടിയില വാടാ. എടാ വാടാ എടാ മോനെ വാ വാടാ. വണ്ടിയിലടാ, വണ്ടി വേണ്ടടാ. വണ്ടി തരാം വാ. കേറ്. വാ കേറ് കേറ്. വാടാ വണ്ടി തരടാ. ഇത്ര വിശ്വസിച്ചില്ലടാ. അല്ല പീടിക്ക് നമ്മളെ അറിയാലോടാ, മനസ്സിലായില്ലേ? നിനക്ക് തന്നെ അറിയത്തില്ല. നീ കേറങ്ങോട്ട്. പേരെന്താ ബ്രോ? ആ വണ്ടി അങ്ങ് തിരിച്ചു കൊടുത്തേ. ആ പയ്യൻ ഇങ്ങനെ പാനിക്കാണ്. ആ പാനിക്കാണ് കൊടുക്കാൻ സാറേ. പാനിക്കാണ് കൊടുക്കാൻ സാറേ. വണ്ടി എടുത്തു. ആ അവര് ജസ്റ്റ് ഓടിച്ചു നോക്കാൻ എടുത്തതാ. പിടി സാറേ. അവര് പിടിക്കാനാ? നമ്മളൊന്നും ചെയ്തില്ലല്ലോ അതിന്. ബാങ്കിന്റെ ഫ്രണ്ടിലുള്ള ഇല്ലല്ലോ പിന്നെന്താ? അല്ലല്ല എന്റെ ഈ അപ്പുറത്ത് സാറേ ഹയർ അതോറിറ്റീസ് വരുമ്പോഴേ ഒന്ന് പറയണേ സാറേ. ഓ പറയാം. ഓക്കെ 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 ഓക്കെ. നമ്മളത് പീടിയിലോട്ട് വിളിപ്പിച്ചാൽ മതി. ആ ചന്ദ്രു അവന്മാരിനി വണ്ടി വിൽക്കരുത് അവിടെ നിന്ന്. ചന്ദ്രു മറ്റേ വണ്ടി എന്താ 4-5 കോടി 10 കോടിക്കകത്തെന്തോ ഉള്ള വണ്ടി. ആരാ എനിക്ക് അറിഞ്ഞൂടാ. ഓർത്ത് മരിച്ചതാണ്. കസ്റ്റംസിലാരാണ്? ഓ ഇത് ഫോളോ ആയിരുന്നു, ചേസ് ആയിരുന്നല്ലേ? അവന്റെ മോട. ഇതിട്ട് പോയി കഴിഞ്ഞ അവൻ എത്തി അവൻ ഇവിടെ എത്തി. അവൻ സേവ് ചെയ്ത് വണ്ടി എടുത്ത്. എന്തൊരു ചേസ് ഈ കുണ്ണ വണ്ടി വെച്ച് അറിയാതിരിക്കാനാണ്. എന്തൊരു പോട്ട്. റൈറ്റ് നേരെ അവിടുന്ന് റൈറ്റ് എടുത്തവൻ. ഞാൻ നോക്കാം. അതുകൊണ്ട് ഇടിച്ച് നിർത്തടാ കാര്യം പറ നിർത്തടാ. ഹലോ ഫ്രണ്ട്. എവിടാണ്? എന്തിനാ ഇടിച്ചേറി അവ ഇടിച്ചേ. മര്യാദക്ക് പറഞ്ഞില്ലടാ നിന്റെ അടുത്ത് വണ്ടി ഒതുക്കാൻ. നേരെ അവൻ പീടിയിൽ നിർത്തി. പീടിയുടെ മുമ്പ് നിർത്തിയേ. എന്തിനാ അവനെ പിടിക്കണേ? എന്തിന്? അവൻ റേഡിയോ കോളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിന് ഒരു കാര്യം ചെയ്യാം. ആ പീടിയുടെ ലെഫ്റ്റില് ഗാരേജ് ഉണ്ട്. അവിടെ പോയി വണ്ടി സേവ് ചെയ്തിട്ട് വേറെ വണ്ടി എടുക്കാം. നമ്മുടെ വണ്ടി ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഗാരേജ് ഉണ്ട്. ഹലോ പറയൂ. നീ ഡ്രസ് നമുക്ക് ഡ്രസ് ഒന്നും ഇല്ല, നമ്മ ഇപ്പൊ ജനിച്ചുള്ളൂ. ആണല്ലേ? ഞാൻ ഏത് വണ്ടി എടുക്കാനാടെ ഇപ്പം? പെട്ടെന്നാവട്ടെ. ഏത് വണ്ടി എടുത്ത് ഇതന്നെ അവസ്ഥയുടെ? ഒരു വണ്ടി വരും വെച്ചാണ്, നല്ലൊരു സ്പീഡുള്ള വണ്ടി. ഷർട്ട് അടിച്ചേ.
അവൻ പേടിച്ച് അതൊരു പീഡിയുടെ വണ്ടി കയറി പോയി കേട്ടാ. ഇതാണോ അവൻ? ഇതാണോ? അല്ലല്ല ഇതല്ല അവൻ പീഡി വണ്ടി കയറി പോയെന്ന് തോന്നുന്നു. അവന്റെ വണ്ടി ഏതോ സാറ് തോയും ഇതായി. നീ അല്ലെങ്കിൽ അവന്റെ കൂട്ടരെന്ന് പറയാൻ സംസാരിക്കും. സാറാ ഹലോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടില്ല സാറേ. എങ്ങോട്ട്? ഇത് നിങ്ങളുടെ വണ്ടിയാണോ? ഏതാ? അല്ല അത് ഇവിടെ ഒന്നുമല്ല. പീടി ഇതുകൊണ്ട് പീടി ബാക്കില്. അപ്പൊ ഗ്യാരേജിൽ കൊണ്ടുവിട്ടേ ചന്ദ്രു. മുതുക്കിൽ കൊണ്ടുവിട്ടെ. മുതുക്കി ചെല്ല്. മുതുക്കി കൊണ്ടുവിട്ടായിരിക്കും ചന്ദ്രു. അതെ സാറേ, ഒരു കംപ്ലൈന്റ് സാറേ. കംപ്ലൈന്റ് സാറേ. അവൻ നമ്മുടെ വണ്ടിയിൽ കട്ടോണ്ട് പോയി. ഞാൻ പോയി അടിച്ചു പോയി. സാറേ ഞങ്ങളിവിടെ അടുത്തുനിന്നൊരു വണ്ടി എടുത്താണ് സാറേ. ഈ ഒരു അടുത്തൊരു ഡീലർഷിപ്പിൽ നിന്ന്. ആ വണ്ടി ഇപ്പം പ്രോപ്പറായിട്ട് ഓടുന്നില്ല. അതിന് എൻജിൻ കംപ്ലൈന്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അത് പോയി പറഞ്ഞപ്പോഴത്തേക്കും അവര് ഇതാക്കുന്നില്ല. പോലീസിന് കൊണ്ട് കേസ് കൊടുക്കാനാ പറഞ്ഞത്. കേസ് കൊടുക്കാൻ അവര് പറയണ. ആണോ? മാനേജറിനോട് സംസാരിക്കണം പറഞ്ഞപ്പോ അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല. എന്താ ചെയ്യണ്ട സാറേ? സാർ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണം നമുക്ക്. സാറേ എഴുത്. പേപ്പർ ഇട്. അല്ല സാറേ, അത് വന്നായി സാർ വന്നായി. നമ്മളവിടെ കാണും. എവിടെ കാണും? ഡീലർഷിപ്പിൽ കാണും. എവിടെ? ഡീലർഷിപ്പിലാ? നമ്മളെ ഇവിടെ വരണത് നിങ്ങള് ഡീലർഷിപ്പിൽ വന്ന് കംപ്ലൈന്റ് അടിക്കാൻ പറ്റും? അല്ല സാറേ ഞങ്ങൾ 2 വട്ടം പറയും സാറേ കംപ്ലൈന്റ്. ഒരു സാറിനോട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. എഴുതി മേടിക്കാം ജാക്കബ് സാർ. ആ കംപ്ലൈന്റ് എഴുതി മേടിക്കണേ. എന്ത് ചെയ്യാറെന്ന് വീണ്ടും പറയണ സാർ. ഇപ്പൊ ഞാനൊരു പേപ്പർ എഴുതി 5 ദിവസം എടുത്ത് ഒന്ന് അന്വേഷിച്ച് ചന്ദ്ര ഇത് നമ്മുടെ രീതിക്ക് അങ്ങ് ചെയ്താൽ 2 വണ്ടി കണക്ക് തന്നെ. വണ്ടി അവനെ ഇടിച്ച് അപ്പോഴേ കളയണ്ടാണ്. ഈ വണ്ടി കിടന്ന് കറങ്ങടാ. ചന്ദ്ര അവനെ വേണം. അവന്റെ പേര് ഡോൺ. ആരാ അവന്റെ പേര്? ഈ കുറച്ചേരത്തെ പോയനാണാ? ഓ അത് തന്നെ. എടാ ഒരു ഡോൺ എന്ന് പറഞ്ഞ ഒരുത്ത മുതുക്കി കാണോടാ. ഒന്നുണ്ടെങ്കി ഒന്ന് നോക്കി തരും. നിനക്കെന്നെ മനസ്സിലായി എന്റെ പേര്? അവ ഓൾറെഡി പറഞ്ഞ അവിടെ വെച്ച് പേര് ചോദിച്ചപ്പോ. ചന്ദ്ര കേട്ടില്ലേ? ഇല്ല ഞാൻ കേട്ടു. നമുക്ക് ഇവന്മാരെ ആദ്യമാരെ സംസാരിക്കാം. അല്ല ഇതിപ്പോ തരാം. എനിക്ക് വണ്ടി ഓടിച്ചപ്പോ തൊട്ട് ഇവന്മാരെ തള്ളക്കി വിളിക്കണം. എനിക്ക് ഒന്നെങ്കിൽ വണ്ടി ശരിയാവണം, അല്ലെങ്കിൽ 140 കോടി വേണം നമുക്ക്. പിന്നെ നമ്മളെ നടത്തിച്ചില്ലേ 10 കോടി അടി. വണ്ടി ഇരിക്കരുത്. സാറേ അടിച്ചു പൊട്ടിയടല്ല വണ്ടി. ഇത് അടിച്ചു പൊട്ടിക്കരുത്. പിന്നെ വേണ്ട. നമ്മളെ വണ്ടി പണിഞ്ഞ് തരാതെ ഇവിടെ ആരും ഇവിടെ വണ്ടി ഓടിക്കണ്ട. നിങ്ങളെ വണ്ടി പണിയണമെങ്കിൽ മറ്റേ SKS പോ. SKSലല്ല, നമ്മളെ ഇവിടെ നിന്ന് വാങ്ങിയ വണ്ടി ഉണ്ടല്ലോ. ഇവിടെ നിന്ന് വാങ്ങിയ വണ്ടി അത് കംപ്ലൈന്റ്. അത് കംപ്ലൈന്റ് അല്ല. നിങ്ങൾ അപ്പ് ചെയ്തത് SKS ഇങ്ങോട്ട്. ഹലോ അച്ഛനെ, ഇവിടെ വണ്ടി വാങ്ങി വന്നേണാ? ഇവിടെ വണ്ടി ഒന്നും കൊടുക്കില്ല. വിട്ടോ. ഇതിന്റെ ആൾക്കാർ ഞങ്ങളാ. പൊക്കോ. ഇറങ്ങിക്കോ അല്ലെങ്കിൽ അടിച്ചിട്ട് ഞങ്ങള്. ഇറങ്ങിക്കോ. ഇറങ്ങടാ. ഇവിടെ വേറെ ഇവിടെ അപ്പുറത്തെ ഡീലർഷിപ്പ് ഉണ്ട്. അവിടെ പോയി മേടിച്ചോ. അപ്പുറത്തെ ഡീലർഷിപ്പ് അവിടെ പോയി മേടിച്ചോ. പിന്നെ കുഴപ്പമില്ല. വണ്ടി അവന്റെയൊക്കെ
സാർക്ക് വാഴ വീണ sound, വാഴ വിട്ടിട്ട്. ഒരടി മാറിക്കൊണ്ട് ആ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? പോടാ ഇറങ്ങി. പോവാൻ പറഞ്ഞേ. അച്ഛൻ അറിയേണ്ട പറ്റിയാണ് കേട്ടാ, അറിയേണ്ട പറ്റിയാണ്. ആ പുറത്തോട്ടാ. ഇതേപോലെ ഇനിയും ചോര വീഴും, മനസ്സിലായ? സേഫ് സോൺ മനസ്സിലായി. അത് നമ്മളെ ആൾക്കാര് നമ്മളെ കാണിക്കാൻ നമ്മള് ഹലോ ആ ഇതാരാ? ആ ഓണറാണ്. ആ ഓണറുടെ അടുത്ത് നമ്മൾ നോക്കിയിരുന്നേ. ഇല്ല ബാറ്റിനകത്തേക്ക് പറ്റില്ല. നമ്മള് കാര്യം പറയാൻ വന്നിട്ട് നമ്മള് കാര്യം പറയേണ്ടി വന്നതാണ്, മനസ്സിലായ? ഇവിടുന്ന് വണ്ടി വാങ്ങിയ നിങ്ങളല്ല ഉത്തരവാദി. ഞങ്ങൾ ഇവിടെ മറ്റേ ചുള പോലെ കാശ് എണ്ണീച്ചിട്ടാണ് നമ്മൾ കാര്യം സംസാരിച്ചത്, മനസ്സിലായില്ലേ? അന്നേരം നിങ്ങൾ പറയാൻ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാനൊക്കെ പറയണേ ഇവിടുന്ന്. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഈ ഗവൺമെന്റിൽ നിന്ന് എന്നാണ് നിങ്ങൾ വണ്ടി ഇറക്കാൻ തുടങ്ങിയ? എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഗവൺമെന്റിൽ നിന്നാണ് വണ്ടി ഇറക്കാൻ തുടങ്ങിയ? ഞാൻ പറഞ്ഞേ ഗവൺമെന്റ് അല്ല, നമുക്കൊരു എന്തായാലും ഒരു കാറിന് ഒരു പ്രൊട്ടക്ഷൻ കാണും. ഒരു ബ്രാൻഡ് നമുക്ക് ഇങ്ങോട്ട് വണ്ടികൾ തരുവാണ് ചെയ്യുന്നത്, നമ്മള് അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഉത്തരവാദിത്വം മാത്രമാണ് നമുക്ക്. വണ്ടി അവര് തരുന്നു, നമ്മൾ അത് വിൽക്കുന്നു. നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം വേണ്ടേ? നമ്മള് എന്തൊരു വിശ്വാസമാണ് നിങ്ങളത് വാങ്ങിക്കണേ? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ അതാണ് ദോ പുറത്ത് കിടക്കല്ലേ ഒരു 129 ഓടിക്ക് വാങ്ങിയ വണ്ടി. ഇതേ ആ ത്രാക്സ്. ആ വണ്ടി ഇപ്പൊ ഓടില്ല, അത് നിന്ന് കറങ്ങണം ഇപ്പൊ വണ്ടി എടുക്കുമ്പോഴത്തേക്കും. കറങ്ങണം. ഈ ഒരു പ്രശ്നം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്ത സമയത്ത് 2 ദിവസത്തേക്ക് ശരിയാക്കി തന്നായിരുന്നു ഈ പറഞ്ഞ ബ്രാൻഡ്. 2 ദിവസം കഴിഞ്ഞപ്പോ അവര് പിന്നെയും തിരിച്ച് ഇത് തന്നെ ആക്കി. സോ ഇത് ഞാനും അത് എന്റെയും കുഴപ്പമില്ല, അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. ബ്രോ തന്നെയാണ് 130 രൂപ 130 കോടി നമുക്കിപ്പോ അതല്ല, നമുക്ക് ഇതിന്റെ നമ്മള് വിശ്വസിച്ച് നിങ്ങളുടെ സാധനം മേടിച്ചു. അപ്പൊ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. അത്രയും കാശ് മുടക്കിയിട്ടാണ്. നിങ്ങളെ ബ്രാൻഡ് സംസാരിക്കണൊക്കെ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ കാര്യം. മര്യാദക്ക് വന്ന് സംസാരിച്ച് ബ്രോ, നമ്മളിവിടെ നിങ്ങളുടെ സ്റ്റാഫിന്റെ അടുത്ത് മര്യാദക്ക് സംസാരിച്ച് പറഞ്ഞ് ഒന്നെങ്കിൽ ഞങ്ങൾ മാനേജറിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ കേസ് കൊടുക്കും പുള്ളി പറഞ്ഞത്. നിങ്ങൾ കേസ് കൊടുക്കാനാ പറഞ്ഞത്. ഇരുത്തിരത്തോളം മതി സാറേ, ഇരുത്തിരത്തോളം മതി. ഞാൻ പറയട്ടെ അപ്പം അപ്പം ഈ സംഭവം എന്റെയും ഈ അല്ല എനിക്കിതിലിപ്പോ ഒരു സൊല്യൂഷൻ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ആയുധമൊക്കെ എടുത്തേക്ക് സാറേ. സാറേ ഞങ്ങളിവിടെ നമ്മളിപ്പുറത്ത് കളി കഴിഞ്ഞിട്ട് സാറേ, കളി കഴിഞ്ഞിട്ട് വന്നാണ്. നമ്മളത്തേക്ക് സാറേ അത് ഇവരെ വണ്ടി നിങ്ങൾ ഇവരെ വണ്ടി ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പറയണത്. സാറേ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു ഞങ്ങള് ഒരു 3 ദിവസം മുമ്പ് ക്യാബിലോട്ട് സംസാരിച്ചല്ലോ. ഇല്ല സാറേ ഇവിടെ ആൾക്കാരെ കേക്കട്ടെ സാറേ. ഇത് വായിക്കാതെ ബാക്കി ആൾക്കാർ അറിയണല്ലേ, ഇത് എല്ലാവരും അറിയണല്ലേ. ബിസിനസിനെ ബാധിക്കല്ലോ, എന്തായാലും നമുക്ക് ക്യാബിനെ അല്ല ബിസിനസിനെ ബാധിച്ചില്ലേ? ഞങ്ങളൊക്കെ പ്രീമിയം കസ്റ്റമേഴ്സ് അല്ലേ. ഞാൻ 2 വണ്ടിയാണ് വാങ്ങിയത്, 100 കോടി എടുത്തു. എന്റെ 2 വീട് വിറ്റിട്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത്. ആ വണ്ടി ഇപ്പൊ ഒരുത്തേന്റെ കർണ തടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോയി. അവന്റെ പുറകെ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കലിപ്പിലാണ് വന്നത് ഇവിടെ. സാർ എന്താ വെച്ചാൽ എനിക്ക് 200 കോടി വേണം. എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് അവിടെ നിന്നുള്ള പ്രശ്നമാണ്, അവിടെ മാറ്റിത്തരും, ഇവിടെ മാറ്റിത്തരും എന്നാ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ അവിടെ മാറ്റിത്തരുന്നവരെ ഒരു ഇതെന്നുള്ള രീതിയിൽ നിങ്ങൾ പൈസ തിരിച്ചു വണ്ടി ക്ലിയർ ആക്കി തരുമ്പോ പൈസ തരും. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് പോളിസിയിൽ അല്ലെ പാതി പൈസ തിരിച്ചാ. നിങ്ങൾക്കൊരു ചൂട് വേണ്ടേ? ഞങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ ചൂട് വേണ്ടേ? വണ്ടി ശരിയാക്കണമെന്ന്. പൈസ പോയതും ഇഷ്ടം, വണ്ടി ശരിയായതും ഇല്ല, നമ്മളത് കൊണ്ടു കിടക്കാൻ വേണം. നമ്മുടെ ഒന്ന് ആലോചിച്ച്, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം കിടന്ന് പണി എടുത്തുണ്ടാക്കിയ പൈസയാണ് ഇവിടെ കൊണ്ട് തന്നത്. അപ്പൊ നമ്മളിത് മാന്യമായിട്ട് സാറിന്റെ അടുത്ത് വന്ന് പറയുമ്പോ അത് അതേ രീതിയിൽ ഒന്ന് തിരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, മനസ്സിലായില്ലേ? നമ്മളിത് ഇന്നും തുടങ്ങിയാണ്. നമുക്ക് കാര്യമാണിത്. ലൈക് ഞങ്ങളായിട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഞങ്ങൾ വിൽക്കണ അറിയാലോ, ഞങ്ങൾ വിൽക്കണേ ഉള്ളൂ. മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കാശ് വാങ്ങിക്കണം നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളാണ് ബാക്കി ഡീലേ. കാശ് വാങ്ങിക്കണം നിങ്ങളല്ലേ അവരടുത്തോട്ട്. അല്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാനൊക്കെ തോന്നും, നമുക്ക് ഗവൺമെന്റ് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് വണ്ടി സംസാരിക്കാനായിട്ട് ഗവൺമെന്റിനായിട്ട്. സാറേ ഇത് ആരാ പ്രശ്നം? രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ മാറുമോ? ഞാൻ ഇറങ്ങാം.
സാറേ സാറേ വയലൻസ് ഇല്ലാതാണ് സാറേ നമ്മൾ മാന്യമായ രീതിയിൽ പൊക്കോണ്ടിരുന്നത് സാറേ. നമ്മൾ ഒന്ന് ആലോചിക്കും, ഇവിടുത്തെ പ്രീമിയം കസ്റ്റമറുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏറ്റവും ചെറിയ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും സാറേ? പോലീസുകാർക്കും നമുക്കും അറിയില്ല. നമ്മളുടെ കൈ സെയിം വണ്ടിക്ക് ഇതേ ഇഷ്യൂ വന്ന് നിൽക്കാം. അല്ല അത് നിങ്ങളുടെ കാര്യമാണ്, ഞങ്ങളുടെ കാര്യമല്ല. 10 വണ്ടി കാണും ഇതേപോലെ. അത് അത് ഞങ്ങളുടെ കൺസേൺ അല്ല, നിങ്ങളുടെ വണ്ടിയോടാണ്. ഞങ്ങള് നിങ്ങളെ വിശ്വസിച്ചാണ് വണ്ടി വാങ്ങിക്കണേ. നിങ്ങൾക്ക് ഇവിടെ അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഞങ്ങളെ ഇറങ്ങിയതിന്റെ അന്ന് പറഞ്ഞ കാശും പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അന്ന് ഇവിടെ ഒരു പ്രശ്നമായിരുന്നു, നിങ്ങൾ ഡിസ്കൗണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ്. ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞ കാശിനാണ് നിങ്ങൾ വാങ്ങിയത്. നിങ്ങൾ പറഞ്ഞ കാശിനാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ മനസ്സിലാവണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് പെട്ടെന്ന് ചേട്ടേന്ന് പറഞ്ഞൊരു പോളിസി. ഒന്ന് വരും ചന്ദ്രൻ സാറല്ലത്. ഒന്ന് വരും സാറേ, ഒന്ന് വരും രാത്രി ഇടിച്ചില്ല സാറേ. അതെ, ഇപ്പോ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഇവരും ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് നിന്നാണ് വണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾ മേടിച്ച അതേ പൈസ ഇവർക്കും ചെലവായിട്ടുണ്ട്. അതൊക്കെ നോക്കി വാങ്ങിക്കേണ്ട ഇവരെ കാര്യങ്ങളല്ലേ സാറേ? അതെ അതെ. അല്ല ഇപ്പൊ അതായത് ഒരു വണ്ടിയുടെ കാര്യമല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവരത് ശരിയാക്കി കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ അതിനോടിക്ക് എനിക്ക് വണ്ടി ഞാൻ അത് വണ്ടി ശരിയാകുമ്പോൾ ഞാൻ തിരിച്ചു തരാം. ഈ ഒരു വണ്ടിയേ ഉള്ളൂ സാർ. സാർ എനിക്ക് ഈ 2 വണ്ടിയുള്ളൂ സാറേ. ഈ 2 വണ്ടിയും കൊണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റില്ല സാറേ. ഇവരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്റെ വണ്ടി തിരിച്ചു കൊടുക്കുക. അല്ല മീൻ വണ്ടി ശരിയാകുമ്പോഴത്തേക്കും നമ്മള് വരുന്നു, തിരിച്ച് വണ്ടി തരുന്നു. ഞാൻ കാര്യം പെട്ടെ ചന്ദ്ര, അതായത് ഞാൻ കാര്യം പെട്ടെ, ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഇത്ര ദിവസത്തെ ഒരു സമയം, ആ സമയത്തിനുള്ളിൽ അവരത് ശരിയാക്കി തരട്ടെ. ശരിയാക്കി തരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് വേറെ സാറേ ഒരു പ്രശ്നമില്ല സാറേ. മറ്റന്നാളെ നമ്മളെ കുടുംബത്തിലെ ഒരുത്തന്റെ കല്യാണമാണ്, വണ്ടി കൊണ്ട് പോണം. കാര്യം പറയട്ടെ, ഞാൻ 2 ആഴ്ചയായിട്ട് അവരോട് ഫോഴ്സ് ചെയ്യുവാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. അവര് ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കാണ് സബ്ജക്റ്റീവ്ലി കേൾക്കുന്നത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞത് ശരിയാക്കാൻ എന്നുള്ള ഒറ്റ റെസ്പോണ്ട് അവര് പറയണുള്ളൂ. നമുക്കതിലാണെങ്കിലും അല്ല നിങ്ങളുടെ ബാക്കപ്പ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നിന്ന് വണ്ടി എടുക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങള് ഇപ്പൊ മീൻസ് നിങ്ങൾക്ക് ഈ കാശ് നിങ്ങളല്ലേ ഞങ്ങളുടെ ഇത് വാങ്ങിയേ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം വേണമല്ലോ. എനിക്കിപ്പോ 2 ആഴ്ച മുമ്പ് ഈ വണ്ടിയുടെ എപ്പോ ഹാൻഡ്ലിംഗ് പോയോ, ഈ വണ്ടിയുടെ എപ്പോ സ്പീഡ് പോയോ അന്ന് തൊട്ട് ഞാൻ അവരെ ഫോഴ്സ് ചെയ്യുവാണ്. അത് ഫോഴ്സ് ചെയ്തതിന്റെ ഒരു ഇതായിട്ടാണ് അവര് ഒരു 2 ദിവസത്തേക്ക് ഹാൻഡ്ലിംഗ് ശരിയാക്കി തന്നായിരുന്നു. അല്ല എനിക്ക് ഒട്ടനെ അതൊക്കെ പിന്നെ അത് പഴയതുപോലെ ആവുകയും ചെയ്തു. നമുക്ക് ഒരാളോട് പറയേണ്ട അവരോട് പറയേണ്ടത് ഏറ്റവും മാക്സിമം എന്തൊക്കെ എല്ലാ ദിവസവും വിളിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നും കൂടെ പോവാതിരിക്കുവാണ് അവിടോട്ട്. കാരണം നമുക്കും ഈ ബിസിനസ്സിൽ ലാഭവും നഷ്ടം വരുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. കാരണം നമുക്ക് ഇപ്പൊ സാറിന് അറിയുമെന്ന് പറഞ്ഞൂടാ, ആ 5 കോടിയുടെ വണ്ടിക്ക് ഇപ്പൊ സ്പീഡുള്ളൂ, ബാക്കി ഒന്നിനും സ്പീഡില്ല. അപ്പൊ അത് മാത്രം ഇപ്പൊ അത് അവരെ പ്രൊഡക്ഷൻ നിർത്തിയേക്കും 5 കോടിയുടെ, അതും പോയി. പിന്നെ ഞങ്ങൾക്കും പ്രൊഡക്ഷൻ കിട്ടുന്നില്ല. സോ ഈ ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്കും ഭയങ്കര ഇതാണ്, നഷ്ടത്തിലാണ് പോണേ. പുതിയ ലിമിറ്റഡ് വന്നിട്ടുണ്ട്, അതിനെ ശരിയാക്കും എന്ന് പറയുന്നല്ലാതെ ശരിയാക്കുന്നില്ല. സാറേ ഇത് നമ്മളടുത്ത് പറഞ്ഞു അറിയാം സാറേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും മാക്സിമം ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പിൽ പോയ ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പൊ. സത്യം ഇതിന്റെ ഹാൻഡ്ലിംഗ് ശരിയാക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഇതുവരെ അതിനെ കുറിച്ചൊരു ഒരു ഇതില്ല. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോകുന്നുണ്ട്, എന്നെയും കൊണ്ട് പറ്റുന്ന ഞങ്ങളുടെ ഡീലർഷിപ്പിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞങ്ങൾ ഫോഴ്സ് ചെയ്യും. അല്ല അപ്പൊ അതിലോടേക്ക് എനിക്കൊരു വണ്ടി തരാം. എനിക്കൊരു വണ്ടി വേണം എന്തായാലും. നിങ്ങളൊരു കാലയളവ് പറയൂ. അല്ല അത് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ല, അവരെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2 ആഴ്ചയായിട്ട് അതുവരെ സാറ് നമ്മൾ ഉപയോഗം നടക്കണ്ടേ, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനല്ലേ. വണ്ടിയില്ല, സിറ്റിന്ന് കിട്ടിയ ഫ്രീ വണ്ടിയാണെങ്കിൽ കംപ്ലൈന്റ് അട്ടപ്പുറത്തുള്ളത്. അകപ്പാടെ നല്ലൊരു വണ്ടി ഇതേ ഉള്ളൂ. എനിക്ക് വലിയ വിലയൊന്നും വണ്ടി, പക്ഷെ എനിക്ക് അത്യാവശ്യം ഓടുന്നൊരു വണ്ടി വേണം. നിങ്ങൾക്കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞാനതാണ് ചോദിക്കുന്നത്, ഒരു വണ്ടി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അല്ല സാറേ, ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ സാറിന് ഒരു വണ്ടി എടുത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പൊ ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവത്തില്ല, നമുക്ക് ബിസിനസ് ഉണ്ടാവും. പക്ഷെ ഇതേ കാര്യം ഇതേപോലത്തെ വണ്ടി എടുത്ത കുറെ ആൾക്കാരുണ്ട് സാർ, ഈ സാറിനെ പോലെ. അവരും വന്നുകാണ്ട് ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും സാറേ. പിന്നെ അല്ലാതെ പിന്നെ വണ്ടി മേടിച്ചില്ലേ സാറേ എല്ലാരും? നമുക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല. അവര് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അവരുടെ നിങ്ങൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ ഇതുപോലെ എന്റെ അടുത്ത് പറഞ്ഞ പോലെ മനസ്സിലാക്കി.
അല്ല ഞങ്ങൾ എനിക്കറിയാം നിങ്ങൾ ഞങ്ങളോടുള്ള ട്രസ്റ്റിന്റെ പേരിലാണ് ഈ വണ്ടി എടുത്തത്, ഞങ്ങളാണ് അത് നോക്കേണ്ടതെന്നുള്ള ഞങ്ങൾക്ക് അറിയാം. ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണെന്ന് അറിയാം. ആ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ എപ്പോഴും ഫോഴ്സ് ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് ആ എൻഡ് വരെ പോകാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കൊരു വണ്ടി തരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളിപ്പോ ഒരു വണ്ടി കിട്ടി, നാളെ എത്ര പേര് ഇതുപോലെ വരും? ഞങ്ങൾ എത്ര പേർക്ക് വണ്ടി കൊടുക്കണം? അത് നമ്മുടേതല്ലല്ലോ കൺസേൺ അല്ലെന്നറിയാം. സോ ഞങ്ങൾക്ക് അത് പോസിബിൾ ആയിട്ട് ഒരു കാര്യമല്ല ബേസിക്കലി. ഞാൻ പറയട്ടെ, ഈ വണ്ടി ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നത് ഞങ്ങൾക്ക് ലിമിറ്റഡ് 25 സ്റ്റോക്ക് നമ്മുടെ ഡീലർഷിപ്പ്. അപ്പൊ കൂടിപ്പോ 25 വരെ വരത്തുള്ളൂ. അത് നിങ്ങളുടെ ഡീല് ഇങ്ങനെ വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നവർക്ക് വണ്ടി കൊടുക്കും. അല്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ നിങ്ങൾക്ക് ഇയാൾക്ക് ഒരു വണ്ടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ സാറ് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുമെങ്കിൽ അവർ ഇന്ന് എന്തായാലും പോകുന്നുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് നാളേക്ക് നിങ്ങൾ പീഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീഡിയിൽ വെച്ചിട്ട് സംസാരിച്ച് അല്ല നാളത്തേക്കുള്ളിൽ ഇതിനോട് തീരുമാനം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവര് അവരെ വണ്ടി റെഡിയാക്കി തരാം. ബാക്കി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നാളെ കഴിഞ്ഞിട്ട് നമുക്കൊരു കുറെ പരിപാടി ഉണ്ട് നമുക്ക്. അതെന്താ ചോദിക്കണേ, നാളത്തേക്കുള്ള തീരുമാനമായില്ലെങ്കിൽ നമ്മള് ഗവൺമെന്റിനോട് സംസാരിക്കണം. ആ സമയം വേണം. അവര് എന്താ പറയുന്നത്, അവരെന്താ റെസ്പോൺസ് തരണേന്ന് അറിയത്തില്ല. നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ കളിയാക്കുന്ന ആൾക്കാര് നമ്മള് മറ്റേ 100 കോടി കൊടുത്ത് അല്ല, അതല്ല നിങ്ങളല്ല, നമ്മളെ വേറെ ആൾക്കാർ കളിയാക്കോട്. നിങ്ങൾ ഇത്ര വലിയ മറ്റേ ഇറങ്ങിയപ്പോ തന്നെ വലിയ കാര്യത്തിൽ കാശ് കൊടുത്ത് വണ്ടി വാങ്ങി ഇങ്ങനെ കറങ്ങണമെങ്കിൽ. സാർ ഞാൻ ഇന്ന് പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്താണ് റെസ്പോൺസ് എന്ന് ഞാൻ പീഡിയിൽ അറിയിക്കാം. സോ എനിക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല എനിക്ക് നാളെ ഞാൻ പറഞ്ഞില്ല, അതായത് ഇവരൊരു കംപ്ലൈന്റ് തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിന് ആക്ഷൻ എടുത്തേണ്ടേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടറാണോ പ്രശ്നം അതൊന്നും ഇവർക്ക് അറിയണ്ട, പി ഡി വിക്ക് അറിയണ്ട, മനസ്സിലായി. പക്ഷെ ഞങ്ങൾ അന്വേഷിക്കാതിരിക്കില്ല. പക്ഷെ ഫസ്റ്റ് കേസ് വരുന്നത് നിങ്ങളുടെ പേരിലായിരിക്കും, മനസ്സിലായില്ലേ? അതെ അതാ പറഞ്ഞത്. സാറിന് അറിയാലോ, നമ്മള് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നമ്മളെ ഇതാക്കുന്നു, ആ ബ്രാൻഡിന്റെ വണ്ടിയാണ് നമ്മൾ എടുക്കണം. സോ ആ വണ്ടി വിൽക്കാൻ റെസ്പോൺസിബിലിറ്റി നോക്കുള്ളൂ. നേരെ ബ്രാൻഡിനെ പോയി 2 അടി അടിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അവന്മാരെ. അവന്മാർക്ക് എന്ത് ഇത് കാണിച്ചിട്ട് സംസാരിക്കാനല്ലോ അല്ല നിങ്ങൾ എനിക്ക് ഇത്രേ പറയുള്ളൂ. ബ്രാൻഡ് എടുത്ത് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യമാണ്, അത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളാണ് നിങ്ങൾക്ക് ശരി തരേണ്ടത്. ഞാനിപ്പം എന്തായാലും ഇന്ന് തന്നെ ഞാൻ പോകുന്നുണ്ട്. സോ പോയിട്ട് ഇന്ന് റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ പീഡിയെ ഞാൻ അറിയിക്കാം. എന്തായാലും നമുക്കെന്തായാലും ചന്ദ്രനെ നമ്മളറിയിക്കാം. എന്തായാലും നിങ്ങളെ ഒരുമിച്ച് വിളിക്കാം നാളെ. എന്തായാലും ഇന്ന് പോയി ആള് ഇതാകട്ടെ, ഒരു അക്രമം ഒന്നും പറയാറില്ല. എന്തായാലും നിങ്ങളുടെ ആയിട്ട് വന്നിട്ട് സാറേ ചന്ദ്രൻ നമ്പർ ഒന്ന് മേടിച്ചു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായത് കാരണം ഞാനും ഈ വണ്ടി മേടിച്ചതാണ്. എനിക്കും വിഷമമുണ്ട് ഈ വണ്ടി ഇങ്ങനെ. അവരുടെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കാര്യം സംസാരിക്കാം, കാര്യം പറയും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം നിസ്സാര പൈസ അല്ലല്ലോ, 130 കോടി രൂപയുടെ വണ്ടി എന്ന് പറയുന്നത്. ഞാനും മേടിച്ചത് വണ്ടി കട പമ്പരം പോലെ കറങ്ങാണ്. ഞാൻ പറഞ്ഞത് ഫിജറ്റ് സ്പിന്നറിനെക്കാളും കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ. കേൾക്കണ്ടേ? ഇന്നെന്തായാലും ഒരു തീരുമാനം ഉണ്ടായിട്ടെ അത് ഒന്ന് പീഡിയിൽ വരണം. നിങ്ങൾ 2 പേരെ നമ്പർ സാറേ, ഇവരെ 2 പേരെ നമ്പർ ഒന്ന് മേടിച്ചു. ഇപ്പൊ എന്തായാലും നാളേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഷെയർ ചെയ്യാം. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ നമ്പർ കിട്ടിയായിരുന്നോ? ഇല്ല കിട്ടില്ല. കിട്ടിയോ? എനിക്ക് കിട്ടിയത് ഒരാൾക്ക് കിട്ടി. ഇത്രയും പേര് പേര് കിട്ടി. നമ്പർ ഷെയർ ചെയ്യോ? അപ്പൊ നമ്മൾ നാളെ വരാം. ശരി സാറേ, താങ്ക് യു സാർ. ഓക്കെ.